നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. ഇച്ചായ കുറച്ചു നേരം കണ്ടതും അവനെ നെഞ്ചിൽ കിടന്ന് പതിയെ വിളിച്ചോളൂ. അവളൊന്നുകൂടെ തന്നിലേക്ക് ഇറുകെ പിടിച്ച് മൂടി. എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. അവനെ നെഞ്ചിൽ നിന്ന് മുഖം വീഴ്ത്തി അവൾ ചോദിച്ചതും അവൻ്റെ കരനീല കണ്ണുകളൊന്ന് തിളങ്ങി. ജസ്റ്റ് സേ ദി പ്ലേസ്. ചുണ്ടിൽ പിരിഞ്ഞ പുഞ്ചിരിയുടെ നീയുടെ മൂർധാവിലൊന്ന് ചുണ്ട് ചേർത്ത് പതിഞ്ഞ സ്വരത്തിൽ അവളെ കാതോരം പറഞ്ഞു ആൽഫി. നീയുടെ കണ്ണുകൾ തിളക്കത്തോടെ അവനെ നോക്കി. ബീച്ച് റോഡിലുള്ള പ്രൈവറ്റ് വില്ലയുടെ മുന്നിൽ കാറ് നിന്നതും ആൽഫിയുടെ ചുണ്ടൊന്ന് വിടർന്നു. അവനടുത്തിരിക്കുന്ന തന്റെ പെണ്ണിനെ നോക്കി. അവനെ നോക്കി കണ്ണടച്ച് ചിരിച്ച് കാണിച്ചു. അവൾ ആദ്യം കാറിൽ നിന്നിറങ്ങി. ചിരിയോടെ പെണ്ണിനെ പിറകെ ഇറങ്ങി നടന്നു ചെന്ന് ഡോറ് തുറന്നു. നീയ നേരെ ചെന്നത് ആ മുറിയിലേക്കാണ്. റൂം തുറന്നകത്തേക്ക് കയറിയതും ഒരുപാട് ഓർമ്മകൾ ഒന്നിച്ച് അവളിലേക്ക് രചെത്തി. ആദ്യമായി ചയന്തനം നെഞ്ചിൽ ചാഞ്ഞുറങ്ങിയത് ഈ മുറിയിലാണ്. അതുപോലെ തന്നെ തങ്ങൾക്ക് മറക്കാനാവാത്ത ദിനങ്ങൾ സാക്ഷിയായതും ഈ മുറിയിലാണ്. അവൾ ആ ബെഡിലൂടെ പയ്യൊന്ന് വിരലോടിച്ചു. കൊച്ചേ. പിറകിൽ നിന്ന് കാതോരം അവൻ്റെ ശബ്ദം അവളെ തേടിയെത്തി. ഈ ചായം വരാറുണ്ട് ഇവിടെ? പലപ്പോഴും. വേദന കുമിഞ്ഞുകൂടി സഹിക്കാൻ വയ്യാതെ ആവുമ്പോൾ ഓടി ഇവിടെ വരും. ഇതിനകത്തേക്ക് കയറുമ്പോൾ കാതിൽ നിന്റെ കരച്ചിൽ അലയടിക്കുന്നത്. കണ്ണടച്ച് ഈ ബെഡിൽ കിടക്കുമ്പോൾ മുന്നിൽ തെളിയുക ദയനീയമായി എന്നെ നോക്കിയ നിന്റെ നിറ കണ്ണുകളും. പതിയെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആൽഫിയുടെ ശബ്ദമിടറി. അവന്റെ വേദന അവൾക്ക് മനസ്സിലായിരുന്നു. ആൽഫിയോട് ചേർന്ന് നിന്ന് ഉപ്പുറ്റിയിൽ പൊങ്ങി അവനെ നെറ്റിയിൽ ചുംബിച്ചു. ആൽഫി അത് കണ്ണുകളടച്ച് സ്വീകരിച്ചു. ഇനി ഒന്നും പറയണ്ട, ഒന്നും ഓർക്കേ വേണ്ട. വേദനിക്കുന്ന ഓർമ്മകളെല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ ചായ. അവനെ നെറ്റിയിൽ നെറ്റി മുടിച്ച് അവൾ പറഞ്ഞു. ഇവ നേരത്തെ ശബ്ദത്തിൽ ആൽഫി വിളിച്ചു തുടങ്ങിയതും ഒരു മൂളലിൽ സമ്മതം അറിയിച്ചു നീയ. ഹൃദയം തുറന്ന പോലെ ആൽഫിയുടെ മുഖത്തൊരു ചിരി നിറഞ്ഞു. തന്റെ നീലക്കണ്ണുകൾ തുറന്ന് മുന്നിൽ കണ്ണുകളടച്ച് നിൽക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണിന് മീതെ പതിയൊന്ന് ഊതി. ഒരു ചിരിയോടെ കണ്ണുകൾ തുറന്ന് നീ അവനെ നോക്കി. ആ നിമിഷം ആൽഫിയുടെ അധരങ്ങൾ തൻ്റേതുമായി ചേർത്ത് മൃദുവായി തഴുകി. അത്രയും പ്രണയത്തോടെ പെണ്ണിന്റെ ഇരുതിളങ്ങളെയും അവൻ ചുംബിച്ചതും നീയുടെ കണ്ണുകൾ മാടിയടങ്ങി. ഒട്ടുമ വേദനിക്കാതെ അതീവ പ്രണയത്തോടെ അവനോട് ചുംബിച്ചുണർത്തി. നൊന്നോ പെണ്ണേ? നെഞ്ചിൽ കിടന്നവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് ആൽഫി ചോദിച്ചതും ചുവന്ന് കയറിയ മുഖത്താൽ ഇല്ലെന്ന് തലയാട്ടി. അവനെ നെഞ്ചിലേക്ക് മുഖം പോയിട്ട് നീയ. ചീത്ത സമയത്തിന്റെ പഴയ ഓർമ്മകളൊന്നും ഇനി ഇവരിൽ അവശേഷിക്കുന്നില്ല. പ്രണയം മാത്രമായിരുന്നു ഇരുവരിലും നിറഞ്ഞെന്നത്. ആൽഫി നീയെ മിന്നുകെട്ടുന്നതും അവൾ അവനെ പുഞ്ചിരിയോടെ പുൽകുന്നതും ആൽഫി അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തമിടുന്ന ഫോട്ടോസുകളുമെല്ലാം തൻ്റെ ഫോണിൽ മാറി മാറി കാണുകയായിരുന്നു. ചിരിച്ചോ? നന്നായി ചിരിച്ചോ നീയാ. നിന്റെ ചുണ്ടിൽ തെളിഞ്ഞു കാണുന്ന ഈ ചിരി അടുത്ത ദിവസം ഞാൻ വായിക്കും പെണ്ണേ. ചുവന്ന കണ്ണുകളോട് അവൻ പറഞ്ഞുകൊണ്ട് ഫോണിൽ നിന്ന് മറ്റൊരു ഫോട്ടോ ഓപ്പൺ ചെയ്തു. നീല കുഞ്ഞു കണ്ണുകളുമായി കിന്നരിപ്പല്ല് കാണിച്ച് ചിരിച്ചു നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ ഫോട്ടോ എന്നതിൽ കുരിശുമുറ്റത്ത് നീലക്കണ്ണുള്ള ഈ കുഞ്ഞു മാലാകിയോർത്ത് നിങ്ങൾ കരയും. പക നിറഞ്ഞ ചുണ്ടിൽ വികൃതമായ ചിരിയോട് അവൻ പറഞ്ഞു. പുറത്തു നിന്ന് ലോക്ക് ചെയ്ത ആ മുറി തുറന്ന് ജോൺ തരകനുള്ളിലേക്ക് കയറി. അകത്ത് വീട്ടിൽ കിടന്നുകൊന്ന കുഞ്ഞിപ്പെണ്ണിലേക്ക് അയാളുടെ നോട്ടം ചെന്നു. അവൾ അങ്ങനെ നോക്കിയതും കണ്ണുകളിൽ പകയച്ചെത്തി. കുഞ്ഞിന്റെ സൈഡിൽ വെച്ച പില്ലോ കയ്യിലെടുത്ത് എന്നിട്ട് ക്രൂരമായ മുഖത്തോടെ കുഞ്ഞിന്റെ മുഖത്തിന് മീതെ ആ പില്ലയുമായി ചെന്നു. ഡോട്ട്!
പെടുന്നതിനെ അയാളുടെ കയ്യിൽ പിടുത്തം വിട്ട് തടഞ്ഞുകൊണ്ട് അവൻ ആക്രോശിച്ചു. പിന്നെ ഇതിനെ നീ വാഴിക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഈ കിടക്കുന്നത് ആൽഫിയുടെ ചോരയാടാ. അവനെ വീഴ്ത്താൻ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ആയുധം. തീർക്കടാ ഈ കൊച്ചിനെ. അതോടെ തകർന്ന് പൊക്കോളവൻ. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണ് നേരെ വിരൽ ചൂണ്ടി കലിയോടെ പറഞ്ഞു ചോദിച്ചു. അങ്ങനെ ഒറ്റയടിക്ക് കണക്ക് തീർക്കാനല്ല ഞാൻ ഈ കുഞ്ഞിയെ പൊക്കിയെ. അങ്ങനെ കൊല്ലാനായിരുന്നെങ്കിൽ ഒരു ഷാർപ്പ് ഷൂട്ടറെ വെച്ച് ഞാനത് ചെയ്തേനെ. പിന്നെ എന്നാ ഉണ്ടാകാനാടാ നീ ഈ കൊച്ചിനെ പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നേ? ഇപ്പോൾ ഉള്ള കുരിശ് പോരായോ നിനക്ക്? ജോൺ ആരിശം കൊണ്ട് ചീറി. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആൽഫിക്കെതിരെ നമ്മൾ കളിക്കുന്ന അവസാനത്തെ കളിയാണ്. ഇതിലവൻ വീഴണം. അതിന് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. എനിക്കും മകളുടെ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ വേണ്ടേ? അതിലെ ട്രംപ് കാർഡായി ഇവള്. ഈ കുഞ്ഞായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയതൊക്കെ തിരികെ കൊണ്ടുതരും. നോക്കിക്കോ. അവൻ ചിരിയോടെ പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് നേർക്ക് ഇരുവരൊന്ന് നോക്കി. അങ്കിളിപ്പോൾ പോകാൻ നോക്ക്. എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. തൽക്കാലം 2 ദിവസത്തേക്ക് ആൽഫിയുടെ കണ്ണിൽ പെടരുത്. ഓക്കെ? അവൻ പറഞ്ഞത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ജോൺ തലയാട്ടിക്കൊണ്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അയാൾ പോയതും അവൻ്റെ കണ്ണുകൾ നേരെ കുഞ്ഞിയിലേക്ക് ചെന്നു. ഒന്നും അറിയാതെ തുടങ്ങുന്ന കുഞ്ഞിക്കരികിലേക്ക് അവൻ ചെന്നിരുന്നു. നിന്നെ അയാൾ ഉപദ്രവിക്കാൻ അങ്ങനെ അങ്ങ് സമ്മതിക്കുമോ മോളെ? ഞാൻ ഒന്നുമില്ലേലും നീ എൻ്റെ നിയയുടെ മോളല്ലേ? കുഞ്ഞിൻ്റെ അരികെ മുഖമടുപ്പിച്ച് ചിരിയോടെ പറഞ്ഞു അവൻ. മോള് സുഖമായിട്ട് ഉറങ്ങിക്കോ. അങ്കിള് വേഗം മോളുടെ അമ്മയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. കുഞ്ഞിൻ്റെ വലത് കൈയിൽ ചെറുതായെന്ന് മുത്തി പറഞ്ഞിട്ട് അവൻ നന്നായിട്ടൊന്ന് ചിരിച്ചു. ആൽഫി റൂം തുറന്ന് അകത്തേക്ക് കയറിയതും കണ്ടു ബെഡിൽ വാടിത്തളർന്ന് കിടക്കുന്ന പെണ്ണിനെ. അവനെ കടന്ന് നീയുടെ കയ്യിൽ പിടിച്ച് അവൾക്കരികെ ഇരുന്ന വിനു പതിയൊന്ന് എഴുന്നേറ്റ് കൂടെ നിൽത്തിയും. ആൽഫി ചെന്ന് നീയക്കരികെ ബെഡിലേക്ക് ഇരുന്നു. അവളുടെ കൈകളിൽ കുത്തിയിരിക്കുന്ന സൂചിയിലേക്കും കയ്യിലിട്ടിരിക്കുന്ന ട്രിപ്പിലേക്കും അവൻ നോക്കി. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റു. അവൻ മോളെ തിരക്കി. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ വീണ്ടും മയങ്ങി. അവൻ്റെ നോട്ടം മനസ്സിലായതുപോലെ ബിനു പറഞ്ഞതും ആൽഫി ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ പെണ്ണിനെ തന്നെ നോക്കി. മോളെ കാണാതായി എന്ന് അറിഞ്ഞ നിമിഷം വീണതാണ് അവൾ. സാറമ്മ ഓക്കെയാണ് ചായ. BP പിന്നെ നോർമലാ. ഇത്രയും നേരം ഇവിടെ നിശ്ചയുടെ അടുത്ത് ഇരിക്കുമായിരുന്നു. ഇപ്പോഴങ്ങോട്ട് പോയി. ആൽഫി ചോദിച്ചതിന് വിനു മറുപടി കൊടുത്തതും അവനൊന്ന് മൂളി. ആൽഫിയെയും നീയെയും ഒന്നുകൂടെ നോക്കിയിട്ട് വിനു നിത്യയെയും വിളിച്ചുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി. ആൽഫി അവളുടെ നെറുകയിലൂടെ പയ്യെ തലോടി. ഇച്ചോ. പ്രിയപ്പെട്ടവന്റെ സാമീപ്യം പറഞ്ഞതും അവൾ വിളിച്ചു. ആൽഫി അവളുടെ കൈകളെ മുറുകെ പിടിച്ചു. ഈ ചായ മോള് മോളെവിടെ? ഇവിടെ കുഞ്ഞെവിടെ ചാ? കണ്ണുകൾ വലിച്ചു തുറന്നതും മുന്നിൽ കണ്ടവനെ നോക്കി കരഞ്ഞുകൊണ്ട് ചോദിക്കാൻ തുടങ്ങിയത്. അടുത്ത നിമിഷം ആൽഫി അവളുടെ കൂടെ കിടന്ന് പൊതിഞ്ഞു പിടിച്ചു പെണ്ണിന്. അവളുടെ കണ്ണീർ കാണുകയെ ചങ്ക് പൊടിയുന്നുണ്ടായിരുന്നു അവൻ്റെ. ഇവ നമ്മുടെ മോളെ നിന്റെ ചായം തിരികെ കൊണ്ടുവരും. നിനക്കറിയാലോ അത്. അവളെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചവൻ ചോദിച്ചതും അവളൊന്നും മൂളി. ആശ്വാസവാക്കുകളല്ല, തൻ്റെ ഉറപ്പാണ് അവൾക്കിപ്പോൾ വേണ്ടെന്ന് ആൽഫിക്ക് അറിയാം. താൻ കൂടെ തളർന്ന താങ്ങില്ല അവള്. എൻ്റെ പെണ്ണിങ്ങനെ വിഷമിക്കാതെ, ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ മോളെ നിന്റെ കയ്യിൽ കൊണ്ടു തരും ഞാൻ. ഇതിൻ്റെ ഇച്ഛായൻ്റെ ഉറപ്പാ. നെഞ്ചിൽ മുഖം പൂഴ്ത്തിയവളുടെ നെറുകയിൽ മുത്തിയവൻ പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ വിശ്വാസമുണ്ടെങ്കിലും പെറ്റ വയറിൻ്റെ നോവിൽ അവനൊന്നുകൂടെ പുണർന്നു പിടിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞു. ശിവാനുവന്റെ മുറിയുടെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതേ ഉള്ളൂ. അടുത്ത നിമിഷം കാറ്റ് പോലെ ആഞ്ഞു വന്ന് അനുവനം പുറന്നു കഴിഞ്ഞു. ശിവേട്ട, എൻ്റെ മോളെവിടെ? അവളെവിടെയാണെന്ന് അറിഞ്ഞോ? ആരാ അവളെ? എനിക്ക് കാണണം കുഞ്ഞിനെ. എൻ്റെ മോളെവിടെ ശിവേട്ട? അവൻ്റെ നെഞ്ചിൽ വീണവൾ ഇരു കൈകൾ കൊണ്ടും അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലിച്ച് കണ്ണീരോട് ചോദിച്ചു കൊണ്ടിരുന്നു. അനു, റിലാക്സ്. കുഞ്ഞ് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ നോക്കുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ മോളെ കണ്ടുപിടിക്കും. അവനവളെ കയ്യിൽ അടക്കി പിടിച്ച് ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. ഞാൻ കാരണം മോളെ നഷ്ടമായത്. നീയ അവൾ ഇന്നലെ കുഞ്ഞെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയെ. ശിവേട്ടൻ ഇന്ന് രാവിലെ കാണുന്ന പറഞ്ഞ സന്തോഷത്തിൽ മോളെ കുളിപ്പിച്ചിട്ട് സാറമ്മയുടെ കയ്യിൽ കൊടുത്ത് ഞാൻ ഒരുങ്ങാൻ പോയതാ. അത്രയും നേരം ആയതേ ഉള്ളൂ. അതിനിടയിൽ കുഞ്ഞിനെ അവര് മുഴുവിപ്പിക്കാനാവാതെ ആ പെണ്ണ് വീണ്ടും പൊട്ടിക്കരഞ്ഞതും അവളെ ചേർത്ത് പിടിച്ചു ശിവ. അനു കുഞ്ഞിയെ സാറയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഒരുങ്ങാൻ പോയപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഹാളിൽ നിൽക്കുകയായിരുന്നു സാറ. അപ്പോഴാണ് എബിപ്പപ്പ അവൾ വിളിച്ച്. ഒറ്റ നിമിഷം എബിപ്പപ്പ വിളിക്കുന്നത് എന്തിനാണെന്ന് റൂം വരെ പോയി നോക്കി തിരികെ വന്നതും മോൾ അവിടെ ഇല്ലായിരുന്നു. തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സൂസിയുടെ കോളുകൾ കണ്ട് സാഗർ ക്ഷമ നശിച്ച് ഫോൺ എടുത്തു. എന്തിനാ സൂസി ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ? ഞാനൊരു ഫംഗ്ഷൻ നിൽക്കുക, പറഞ്ഞതല്ല നിന്നോട്? അയാൾ അമർഷത്തോടെ ചോദിച്ചു. മകളുടെ കല്യാണത്തിനായി നാട്ടിലും പോയിരിക്കുകയാണ് സാഗർ. ഇന്നലെ വൈകിട്ട് മുതൽ വിളിച്ചിട്ട് ഇപ്പോഴാ സാഗർ ഒന്ന് ഫോൺ എടുക്കുന്നേ.
അത്ര കൊണ്ടല്ലോ എന്നോടുള്ള സ്നേഹം. സാഗർ ഇവിടുന്ന് പോയിട്ട് ദിവസം എത്രയായി? ഇവിടെ നടന്നൊക്കെ അറിഞ്ഞു? എന്നത് തിരക്കിയോ നിങ്ങൾ? സൂസി അരിശത്തോടെ പറഞ്ഞു. അവിടെ നടന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതെല്ലാം താൻ തന്നെ വരുത്തി വെച്ചതല്ലേ. കുര്യന് മോനെ കൊണ്ട് മോളെ കെട്ടിക്കാന്ന് വാക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞു തന്നോട്? ഇല്ലല്ലോ. പിന്നെ ഇതൊക്കെ എന്നോടൊന്നിനാ ഇപ്പൊ പറയുന്നേ? ഏത് പറയാനാണോ ഇപ്പൊ നീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ദേഷ്യത്തോടെ സാഗർ ചോദിച്ചതും സൂസിക്ക് വിശ്വസിക്കാനേ ആയില്ല. ഇന്നേ വരെ തന്നോട് ഒച്ച കൂട്ടിപ്പോലും സംസാരിക്കാത്ത ആളാണ്. നിങ്ങൾ ഒരുപാട് മാറി സാഗർ, അവർ വിഷമത്തോടെ പറഞ്ഞു. വേറെന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? സൂസിയുടെ പറച്ചിൽ പാടെ അപകരിച്ചുകൊണ്ട് അയാൾ വലിയ താല്പര്യമില്ലാതെ ചോദിച്ചു. ഉണ്ട്. നമ്മുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പണം ഞാൻ പിൻവലിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. എനിക്ക് കുറച്ച് ക്യാഷ് വേണം. കുര്യന്റെ പണം തിരികെ കൊടുക്കാനാ. സാഗർ എനിക്കത് അയച്ചതാ. സോറി സൂസി, ഐ ക്യാൻ ഹെൽപ്പ് യു. മോളുടെ കല്യാണത്തിന് എനിക്ക് നല്ല രീതിയിൽ പൈസയുടെ ആവശ്യമുണ്ട്. സോ നമ്മുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും തന്നെ ഞാനത് റിമൂവ് ചെയ്തു. പൈസ അയക്കാൻ പറ്റില്ല. വാട്ട്? ഞെട്ടിലോടെ സൂസി വിളിച്ചതും സാഗർ ഫോൺ കട്ട് ചെയ്ത് ഓഫാക്കി. സൂസി വീണ്ടും ട്രൈ ചെയ്തതും ആ നമ്പർ സ്വിച്ച് ഓഫ് എന്ന് കാണിച്ചു. ചതിച്ചു, എന്നെ അയാൾ ചതിച്ചിരിക്കുന്നു. ഞെട്ടിലോടെ സ്വയം പറഞ്ഞു സൂസി. ബെഡ് സെറ്റിൽ ചാരിയിരിക്കുകയാണ് നീയ. ലിയോൺ വന്നിരുന്ന് കുറച്ചു മുമ്പ് അവനോടൊപ്പം മാലിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ മുതൽ എഴുന്നേറ്റിരിക്കുകയാണ് നീയ. പെട്ടെന്ന് ബെഡ് സ്റ്റാൻഡിലിരുന്ന് അവളുടെ മൊബൈൽ റിങ് ചെയ്തു. ആദ്യത്തെ 2 റിങ് അവളുടെ ചെവിയിൽ വീണില്ല. അത്രയ്ക്ക് മനസ്സസ്വസ്ഥമായിരുന്നു ആ പെണ്ണിൻ്റെ. മൂന്നാമതും തുടർച്ചയായി ഫോൺ അടിച്ചതും ഒരു ഞെട്ടലോടെ അവൾ നോക്കി. എന്നിട്ട് പയ്യെ കൈ നീട്ടി ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. അമ്മേ! കുഞ്ഞിപ്പെണ്ണിന്റെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് അവൾ കേട്ടത്. മോളെ, മോളെ! നീ അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. ആ അമ്മ, ആ അമ്മ! നിർത്താതെയുള്ള കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അവളെ നെഞ്ചു പൊട്ടി. പൊന്നെ, എവിടെയാ അമ്മയുടെ മൂത്ത്? കരയില്ലട ബാവേ, അമ്മ മാറാ, എന്റെ കുഞ്ഞ് കരയാതെ. തീകട്ടി വന്ന കരച്ചിലിനെ അടക്കി പിടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അവൾ കരഞ്ഞു പറഞ്ഞു. പെട്ടെന്ന് കുഞ്ഞിയുടെ ഒച്ച കേൾക്കാതെയായി. ഹലോ ഹലോ, മോളെ ബാവേ! നീ അലറി. അടുത്ത നിമിഷം മോൾക്ക് ഒന്നുമില്ല നീയ, അവൾ ഓക്കെയാണ്. വല്ലാത്ത കട്ടിയുള്ളൊരു സ്വരം മറുപുറത്തിന്ന് വന്നു. ഹലോ, ആരാ നിങ്ങള്? എന്റെ മോളെവിടെ? എന്തിനാ എന്റെ കുഞ്ഞിനെ പിടിച്ചു വെച്ചേക്കുന്നത്? എന്റെ മോളെത്താ! അവൾ അലറി. സങ്കടവും ദേഷ്യവും നിറഞ്ഞ വല്ലാത്തൊരവസ്ഥയിലാണ് നീയപ്പോൾ. കൂൾ നീയ, കൂൾ. എങ്ങനെ പ്രശ്നം ആവണ്ട നീ. മോളെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നിനക്ക് തന്നെ തിരിച്ചു തരാം. പക്ഷേ നീ തന്നെ എൻ്റെ അരികിൽ വന്ന് നിന്റെ മോളെ കൊണ്ടുപോകണം, അതും ഒറ്റയ്ക്ക്. അവൻ പറഞ്ഞു നിർത്തിയത് നീയുടെ മിഴികൾ ഞെട്ടിലോടെ വിടർന്നു.